നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങൾ മനസ്സിൽ ആലോചിക്കുന്ന വ്യക്തി നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇതൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉള്ളവർക്ക് വേണ്ടിയാണ് ഈ ഒരു റീഡിങ്. പിന്നെ ഇത് ടൈംലെസ് റീഡിങ്ങുമാണ്. ഓക്കെ, സോ കാർഡ്സ് എല്ലാം ഷഫിൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് ഓരോന്നായി നോക്കാം. 10 of Swords, Page of Cups. ഓക്കെ, അപ്പൊ എനിക്കിവിടെ കാണുന്നതെന്ന് വെച്ചാൽ ഇവിടെ എന്തോ ഒരു എൻഡിങ് കാണുന്നുണ്ട്. എന്തോ ഒരു എൻഡിങ്, ഒരു കോർട്ട് കേസ് ഒക്കെ കാണുന്നുണ്ട്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ ഇത് നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ്. പക്ഷെ ഒന്നെങ്കിൽ നിങ്ങൾ രണ്ടുപേരിൽ ആരെങ്കിലും ഒരു കോർട്ട് കേസിൽ പെട്ടിരിക്കുവാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഡിവോഴ്സിന് അപ്ലൈ ചെയ്തിരിക്കുവാണ്. ഓക്കെ, അത് ഒരു കോർട്ട് കേസ് എനിക്ക് കാണുന്നുണ്ട്. അതുപോലെ എന്തോ ഒരു എൻഡിങ് എനിക്ക് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് രണ്ടുപേരിലാർക്കോ ഒരു അൺഫെയർ ആയിട്ടുള്ള സിറ്റുവേഷൻ, ഓക്കെ, നിങ്ങൾ കാരണമല്ലാതെ സംഭവിച്ച എന്തോ സിറ്റുവേഷൻ നിങ്ങൾക്ക് എന്ന് വെച്ചാൽ എന്തോ ഒരു അൺഫെയർ ആയിട്ടുള്ള സിറ്റുവേഷൻ കാണുന്നുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ എനിക്കിവിടെ കാണുന്നത് ചിൽഡ്രൻ. ഓക്കെ, ഇതിനകത്ത് കുട്ടികൾ ഇൻവോൾവ് ആകുന്നുണ്ടെന്ന് കാണുന്നുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾ രണ്ടുപേർക്കും കൂടെ കുട്ടികളുണ്ട്, അത് ഡിവോഴ്സ് ആയപ്പം ഡിവോഴ്സിന് നിങ്ങൾ ട്രൈ ചെയ്യുമ്പം ആ കുട്ടികളെ എന്ത് ചെയ്യണമെന്ന് അയാൾക്കൊരു പിടുത്തവും ഇല്ല. ആ പേഴ്സണ് എന്താണ് അത് ഭയങ്കര കൺഫ്യൂഷനാണ്. ആ കുട്ടികളെ എങ്ങനെയാണ് നോക്കേണ്ടത്, അല്ലെങ്കിൽ അവരെ നോക്കണോ അത് നിങ്ങളെടുത്ത് ഏൽപ്പിക്കണോ, അങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, അത് ചിലവരുടെ സിനാറിയോ. ചിലവർക്ക് ഇപ്പൊ കുട്ടികൾ ഇൻവോൾവ് അല്ലെങ്കിൽ അവര് ഒരു ചൈൽഡ് ലൈക്ക് ക്യാരക്ടറായിട്ടാണ് കാണുന്നത്. ഇമ്മച്യൂർഡ് ആയിട്ടുള്ള ഒരു കുഞ്ഞു പിള്ളേരുടെ ഒരു സ്വഭാവമായിട്ടാണ് കാണുന്നത്. ഈ വ്യക്തിയുടെ ചൈൽഡ് ലൈക്ക് ഒരു ബിഹേവിയർ അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ, ഇമ്മച്യൂരിറ്റി ഒക്കെയാണ് നിങ്ങളെ ശരിക്കും നിങ്ങൾ നേരത്തെ റിലേഷൻഷിപ്പിലായിരുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളെ ഡിസപ്പോയിന്റ് ചെയ്തത്. ഓക്കെ, ഇത് റിലേഷൻഷിപ്പ് തന്നെ ആവണമെന്നില്ല. ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ ഫ്രണ്ട്ഷിപ്പോ എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ എന്ത് റെസനേറ്റ് ചെയ്യുന്നു അത് നിങ്ങൾ എടുക്കണം. ഓക്കെ, സോ നിങ്ങൾ നല്ല രീതിയിൽ ഈ വ്യക്തിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നിങ്ങൾ ഈ ഒരു അല്ലെങ്കിൽ നിങ്ങൾ കമ്മിറ്റഡ് ആവാം, റിലേഷൻഷിപ്പിൽ കമ്മിറ്റഡ് ആവാം, കല്യാണം കഴിക്കാം എന്നൊക്കെ ചിന്തിച്ച സമയത്താണ് നിങ്ങൾക്ക് ഈ ഒരു ക്യാരക്ടർ മനസ്സിലായി തുടങ്ങിയത്. ഈ ഒരു ഇമ്മച്യൂരിറ്റി അത് നിങ്ങളെ ഒരുപാട് ഡിസപ്പോയിന്റ് ചെയ്തു. ഓക്കെ, അതാണ് നിങ്ങളുടെ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ്റെ ഇപ്പോഴത്തെ ഒരു ചെറിയ റീസൺ ആയിട്ട് എനിക്ക് കാണുന്നത്. സോ നെക്സ്റ്റ് കാർഡ് എടുക്കാം, ദ എംപ്രസ്, Ace of Swords reversed. ഓക്കെ, സോ നിങ്ങളെ മിസ് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഐ എം സോ സോറി ഗൈസ്, നിങ്ങളെ മിസ് ചെയ്യുന്നേ ഇല്ല. അവർ ഭയങ്കര എന്താ പറയുക, ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ എന്ത് കേസ് ആണെങ്കിലും നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ നിന്നും എല്ലാം അവർ മൂവ് ചെയ്യാനാണ് നോക്കുന്നത്. എങ്ങനെയും ഇത് ലീവ് ചെയ്ത് മൂവ് ഓൺ ചെയ്യാനാണ് അവർ നോക്കുന്നത്. അത് മാത്രമല്ല അവരുടെ നിങ്ങൾ തമ്മിൽ കിഡ്സ് എന്തോ ഇൻവോൾവ് ആണെങ്കിൽ അവർ അത് വെച്ച് ഭയങ്കര ടെൻഷനാണ്. അവരത് കുട്ടികളെ എന്ത് ചെയ്യും അങ്ങനെയൊക്കെയുള്ള ഒരു ടെൻഷനാണ് കാണുന്നത്. സോ മിസ് ചെയ്യുമെന്ന് ചോദിച്ചാൽ നോ, ദേ ഡോണ്ട് മിസ് യു. ഓക്കെ, അതുപോലെ എനിക്കിവിടെ കാണാൻ കഴിയുന്നത് ഒരു നിങ്ങൾ തമ്മിലൊരു ലോങ് ടേം റിലേഷൻഷിപ്പ് ആയിട്ടാണ് കാണുന്നത്. കുറേ വർഷങ്ങളായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിട്ടാണ് കാണുന്നത്. പക്ഷെ എന്തായാലും ആ ഒരു റിലേഷൻഷിപ്പ് ഇവിടെ ഒരു എൻഡിങ് ആയിട്ടാണ് കാണുന്നത്. ഈ പേഴ്സൺ നിങ്ങൾ മിസ് ചെയ്യുന്നില്ല. നിങ്ങൾ എത്രത്തോളം ആ വ്യക്തിക്ക് വേണ്ടി ഇൻട്രസ്റ്റഡ് ആണ് കാത്തിരുന്നാലും അവർക്ക് ആ ഒരു ഫീലിങ്സ് ഇപ്പം നിങ്ങളോടില്ല. ഓക്കെ, അതൊരു എൻഡിങ് ആയിട്ടാണ് കാണുന്നത്. നമുക്ക് സ്പിരിറ്റ്സിന് എന്താണ് നിങ്ങളുടെ ഐഡിയ എന്ന് നോക്കാം. Two of Swords reversed and the World reversed. സോ എനിക്കിവിടെ കാണുന്നത് സ്പിരിറ്റ്സ് നിങ്ങൾക്ക് തരാനുള്ള ഗൈഡൻസ് എന്ന് വെച്ചാൽ ലവ് യുവർ സെൽഫ് മോർ. നിങ്ങൾ നിങ്ങളെ സ്വയമേ ലവ് ചെയ്യുക. എന്നാലും നിങ്ങൾക്ക് പുറമെ മറ്റുള്ളവർക്ക് ആ ഒരു എനർജി കൊടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നിങ്ങൾ വേറൊരു വ്യക്തിയുടെ പുറകിന് പോയി നിങ്ങളുടെ സ്വന്തം വാല്യൂ നഷ്ടപ്പെടുത്തി, അല്ലെങ്കിൽ എന്നെ കൊണ്ടൊന്നിനും കൊള്ളൂല്ല, അവരെന്നെ ഇട്ടേച്ച് പോയി അതുകൊണ്ട് ഞാൻ ഒന്നിനും കൊള്ളില്ല, ആ ഒരു ചിന്തയിൽ നിന്ന് മാറുക. ബിക്കോസ് ഇവിടെ നിങ്ങൾക്ക് നല്ല പോലെ സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെട്ട് ഒരു സെൽഫ് ലവ് ഒക്കെ ഇല്ലാതായിരിക്കുന്നതാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, സ്പിരിറ്റ് തരാനുള്ള ഗൈഡൻസും അത് തന്നെയാണ്. അത് ഇമ്പ്രൂവ് ചെയ്യുക, അതിന് നിങ്ങളെ സ്വന്തമായിട്ട് നിങ്ങൾ തന്നെ വാല്യൂ ചെയ്യുക. ഓക്കെ, പിന്നെ അത് മാത്രമല്ല ഇവിടെ ഒരു വ്യക്തിയെ ഒരുപാട് സങ്കടപ്പെട്ട് മിസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അത് നിങ്ങളായിട്ടാണ് കാണുന്നത്. ഈ വ്യക്തിക്ക് എന്ന് പറഞ്ഞാൽ മിസ് ചെയ്യുമല്ല, പക്ഷെ നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന പാസ്റ്റ് എല്ലാ കാര്യങ്ങൾ മെമ്മറീസ് ഒക്കെ അവർ ഒരുപാട് ചെറിഷ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഓർത്തൊരു സന്തോഷിക്കുന്നുണ്ട്. പക്ഷെ പിന്നെയും അവർ റീകൺസിലിയേഷന് അല്ലെങ്കിൽ നിങ്ങൾ ബ്രേക്കപ്പ് ആയെങ്കിൽ പിന്നെയും നിങ്ങളുടെ അടുത്ത് വന്ന് പിന്നെ സംസാരിച്ചത് ശരിയാക്കാൻ അതിനൊരു താല്പര്യമില്ല. എന്തോ നിങ്ങളുടെ ഇടയിൽ സംഭവിച്ചു, അത് അവർക്ക് ഭയങ്കര എന്താ പറയുക, ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് ഒരു റൈറ്റ്
മാച്ചായിട്ടല്ല കാണുന്നത്. ഓക്കെ, നിങ്ങളെ ഒരു സോൾമേറ്റോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എനർജി ആയിട്ട് കാണുന്നില്ല. പക്ഷേ ഈ വ്യക്തി നിങ്ങൾ ഉണ്ടായിരുന്ന പാസ്റ്റ് മെമ്മറീസൊക്കെ നിങ്ങൾ ഒരുമിച്ച് ചെയ്ത കാര്യങ്ങളൊക്കെ എന്താ പറയുക, അവർ ഓർത്ത് അവർ മിസ് ചെയ്യുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇനി വന്ന് റീകൺസിൽ ചെയ്യാൻ അങ്ങനെ ഒരു കാര്യമൊന്നും കാണുന്നില്ല. പക്ഷെ ഇവിടെ എനിക്ക് കാണുന്നത് നിങ്ങൾ ഒരുപാട് അവർ മിസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ ഓക്കെ, ഇനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അത് നമുക്ക് നോക്കാം. ദ മൂൺ റിവേഴ്സ്ഡ് ആൻഡ് 7 ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സ്ഡ്. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ഇതുപോലെ ലോൺലി ആയിട്ട് ഇരിക്കാതെ നിങ്ങൾ ഫ്രണ്ട്സിനെ ആയിട്ട് മീറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ഒരുപാട് നിങ്ങൾക്ക്, എനിക്ക് കാണുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് ഫ്രണ്ട്സ്, നല്ല നല്ല ഫ്രണ്ട്സായി ഉള്ളതായിട്ടാണ് കാണുന്നത്. അവരുമായിട്ട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത് ഈ പേഴ്സണെ, ഈ വ്യക്തിനെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മറക്കാൻ നോക്കുക. ഓക്കെ, ഫ്രണ്ട്സുമായിട്ട് കുറച്ചും കൂടെ കാര്യങ്ങൾ ഓപ്പൺ അപ്പ് ചെയ്യാൻ നോക്കുക. നിങ്ങളുടെ വിഷമങ്ങൾ അവരോട് പറയുക. ഒരുപാട് സപ്പോർട്ട് ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് കിട്ടുന്നതായിട്ടാണ് കാണുന്നത്. അത് മാത്രമല്ല, ഈ റിലേഷൻഷിപ്പ് ഇത് ഓവറാണ്. ഓക്കെ, ഇനി ഇതിനൊരു തിരിച്ചുവരവ് ഉണ്ടാവില്ല. സോ ഇറ്റ്സ് ഓവർ. 5 of Wands reversed and the Lovers. Okay, so ഈ ഒരു വ്യക്തി തന്നെ ഒരു നാർസിസ്റ്റ് ആയിട്ടാണ് കാണുന്നത്, ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലായിട്ടാണ് കാണുന്നത്. ആ ഒരു വേർഡ് അങ്ങനെ യൂസ് ചെയ്യാൻ പാടില്ല. പക്ഷെ ഈ ഒരു വ്യക്തി അത്രയ്ക്ക് നല്ലൊരു ഇവിടെ നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കുന്നതായിട്ട് നിങ്ങളെയാണ് എനിക്ക് കാണുന്നത്. അവരെന്ന് പറഞ്ഞാൽ ഒരു കൺഫ്യൂഷൻ, ഈ കുട്ടികളെ കൊണ്ട് എന്ത് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും, കുട്ടികളാണ് എനിക്കിവിടെ കാണുന്നത് കൂടുതലും. അതിൽ എങ്ങനെയാണ് അവരെ എന്താ ഒരു ഒരു ഡിസിഷൻ എടുക്കുന്ന അവരുടെ കാര്യത്തിൽ, അതൊക്കെയാണ് അവർ നോക്കുന്നത്. പക്ഷെ നിങ്ങൾ ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഗൈസ്. സോ ഗൈസ്, ഇതൊരു നല്ല റീഡിംഗ് ആയിട്ടല്ല എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു വിഷമം ഉണ്ടാകും. പക്ഷെ ദിസ് ഇസ് ദ ട്രൂത്ത്. എനിക്കിതൊക്കെ കാർഡ്സിൽ കാണുന്ന എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ദിസ് ഇസ് വാട്ട് ഐ ഫീൽ. ഇത് ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജാണ് എനിക്ക് തരാൻ കഴിയുന്നത്. സോ ഡോണ്ട് ബി സാഡ്. ഓക്കെ, പിന്നെ ഈ മെസ്സേജസ് നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്യുവാണെങ്കിൽ ഏതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ എന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻസ് എല്ലാം ഞാൻ വായിക്കുന്നുണ്ട്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, it will be very good if you support me. Okay, thank you.